ഓം ശാന്തി. നമ്മുടെ വീട്ടിൽ നെഗറ്റീവ് എനർജി ഉണ്ടോ? എൻ്റെ വീട്ടിലാവുന്ന ഒരു നെഗറ്റീവ് എനർജി പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. എന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ ഞാൻ അങ്ങനെ കാണുന്നു, ഇങ്ങനെ കാണുന്നു. ഇതിൽ പലരുടെയും പല ചോദ്യങ്ങളും എൻ്റെ അടുത്തേക്ക് നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്കൊക്കെ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നെഗറ്റീവ് എനർജി എന്നൊന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, തോട്ട്സിൽ പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. നമുക്കറിയാവുന്ന കാര്യമാണ്. അസൂയ നെഗറ്റീവാണ്, സന്തോഷം പോസിറ്റീവാണ്, ദുഃഖം നെഗറ്റീവാണ്, സ്നേഹം പോസിറ്റീവാണ്. അതുപോലെ ഒരാളോടതായിട്ടുള്ള വെറുപ്പ് നെഗറ്റീവാണ്, ഒരാളോടതായിട്ടുള്ള ദയ നമുക്ക് പോസിറ്റീവാണ്. അപ്പോൾ എനർജി എന്നൊരു സാധനം ഉണ്ടെങ്കിൽ അതിനുള്ളിൽ ഇരുട്ടും വെളിച്ചവുമുള്ള പോലെ തന്നെ അതിൽ പോസിറ്റീവ് എനർജി ഉണ്ട്, നെഗറ്റീവ് എനർജി ഉണ്ടാവാം. അതുകൊണ്ട് ഈ അന്തരീക്ഷത്തിൽ പല രീതിയിലുള്ളതായിരിക്കുന്ന എനർജി ഉണ്ട്. നമുക്കറിയാമല്ലോ, ചില വിഷമുള്ളതായിരിക്കുന്ന ഇലകളുണ്ട്, ചിലത് മരുന്നുകളായിട്ടുള്ള ഇലകളുണ്ട്. ചില പഴങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ആയുസ് കൂടുന്നു, ചില പഴങ്ങൾ കഴിച്ചാൽ ആയുസ് അവിടെ അവസാനിക്കുന്നു. മീൻസ് എല്ലാ സാധനത്തിലും പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഉണ്ട്. ചില ആളുകളുടെ സംസ്കാരം കൊണ്ട് നമുക്ക് അവർ സുഖം തരുന്നു, ചില ആളുകളുടെ സംസ്കാരം കൊണ്ട് അവർ നമുക്ക് ദുഃഖം തരുന്നു. ചില സാധനങ്ങൾ നമ്മുടെ രോഗത്തെ ഇല്ലാതാക്കുന്നു, ചില സാധനങ്ങൾ നമ്മുടെ ശരീരത്തിൽ രോഗം ഉണ്ടാക്കുന്നു. എന്നുവെച്ചാൽ എല്ലാ സാധനത്തിൻ്റെ ഉള്ളിലും പോസിറ്റീവ് നെഗറ്റീവ് എന്തായിട്ടുള്ള രണ്ട് സൈഡ് ഈ ലോകത്തുണ്ട്. അതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെയാണെങ്കിൽ ഇത്തരം എല്ലാത്തിലും നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് രണ്ട് വശം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനർജി ലെവലിലും ഉണ്ടായിരിക്കാം നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ്. അതിനെക്കുറിച്ച് നമ്മൾ അധികം ബോധർ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഇന്ന് നമ്മുടെ വീടിനുള്ളിൽ നെഗറ്റീവ് എനർജി ഉണ്ടോ ഇല്ലേ എന്ന് ചെക്ക് ചെയ്യാനുള്ളതായിട്ടുള്ള ഒരു ചെറിയ ഫിസിക്കലായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അതിനെ പോസിറ്റീവ് ആക്കാൻ ഇത് ഞാൻ പലപ്പോഴും ചെയ്ത് നോക്കാറുണ്ട്. ചെയ്ത് നോക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ നമ്മുടെ ആശ്രമത്തിൻ്റെ ഉള്ളിൽ എല്ലാവരും മെഡിറ്റേഷൻ ചെയ്യാൻ വരുന്നവരാണ്. ഇവിടെയുള്ള ചർച്ചകൾ ജ്ഞാനം അല്ലെങ്കിൽ ജ്ഞാനത്തിൻ്റെ ആധാരത്തിൽ അഥവാ സേവനത്തിനെ കുറിച്ചായിരിക്കും. മറ്റൊരാളുടെ കുറ്റം പറഞ്ഞിരിക്കുക അല്ലെങ്കിൽ കുറവുകൾ പറയുക, ഇങ്ങനെയുള്ള സാഹചര്യം ഇവിടെ ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ ആശ്രമത്തിലെ അന്തരീക്ഷം ഓൾവേസ് പോസിറ്റീവായിട്ടുള്ള എനർജിയുടെ സിഗ്നൽസ് എനിക്ക് തരാറുള്ളൂ. അപൂർവമായിട്ട് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഉണ്ടാകുള്ള പല വീടുകളിലും ഞാൻ വെച്ചിട്ട് കണ്ടിട്ടുണ്ട്, പല അനുഭവങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ ആധാരത്തിൽ ഇതൊരു ചെറിയ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഇത് തന്നെയാണ് ഇതിൻ്റെ മുഴുവൻ ആധാരം എന്ന് വിചാരിക്കരുത്. കാരണം ശരിക്കും എല്ലാത്തിൻ്റെയും ആധാരം വരുന്നത് നമ്മുടെ തോട്ട്സ് കൊണ്ടാണ്. ഒരു സ്ഥലത്ത് നിരന്തരമായിട്ട് പോസിറ്റീവ് തോട്ട്സാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതെങ്കിൽ അവിടെ നിന്ന് പോസിറ്റീവ് എനർജിയുടെ പ്രവാഹം ഉണ്ടാവും. ഒരു സ്ഥലത്ത് നിരന്തരമായിട്ട് നെഗറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുവെങ്കിൽ അവിടെ ഉള്ളതായിട്ടുള്ള അഥവാ ആ വായുമണ്ഡലത്തിൽ നെഗറ്റീവ് എനർജിയുടെ പ്രഭാവമായിരിക്കും കൂടുതലുണ്ടാവുക. അതുകൊണ്ടാണ് ഒരു ഹോസ്പിറ്റൽ എത്ര തന്നെ ഡെക്കറേറ്റഡ് ആയിരിക്കുന്ന ഹോസ്പിറ്റലാണെങ്കിലും അതിനുള്ളിലേക്ക് ടൂറ് പോകാൻ നമുക്ക് തോന്നാറില്ല. അവിടെ പോകുമ്പോൾ അറിയാതെ അവിടെ നിന്ന് ആ ദുഃഖത്തിൻ്റെ, സങ്കടത്തിൻ്റെ, വേദന കൊണ്ട് കഷ്ടപ്പാടിൻ്റെ എല്ലാം വൈബ്രേഷൻ ഉണ്ടാവും. ഒരു ക്ഷേത്രം അഥവാ ഒരു ആരാധനാലയം, പള്ളിയാവട്ടെ, ക്ഷേത്രമാവട്ടെ, അല്ലെങ്കിൽ മസ്ജിദ് ആവട്ടെ, ഏതാണെങ്കിലും അതൊരു കൊച്ചു സ്ഥാനമാണെങ്കിൽ പോലും നിരന്തരമായിട്ട് അവിടെ എല്ലാവരും വന്ന് അല്ലാഹുവിനെയോ അല്ലെങ്കിൽ യഹോവേനെയോ ഈശോനെയോ കൃഷ്ണനെയോ രാമനെയോ ശിവനെയോ ഏതെങ്കിലും ആ ഒരു ഭഗവാൻ എന്നതായിരിക്കുന്ന അല്ലെങ്കിൽ ഈശ്വരൻ എന്നതായിരിക്കുന്ന പോസിറ്റീവ് തോട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവിടെ പോസിറ്റീവായിരിക്കുന്ന വായുമണ്ഡലം രണ്ടും നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന സമയത്ത് മനസ്സിന് സമാധാനം, പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്ന സമയത്ത് മനസ്സിന് സമാധാനം. അതേസമയം സിനിമാ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ അവിടെ ചിരിച്ചാൽ നമ്മൾ കൂടെ ചിരിക്കും, കരഞ്ഞാൽ നമ്മൾ കൂടെ കരയും. മാസ് വൈബ്രേഷൻ അനുസരിച്ചുകൊണ്ട് നമ്മൾ അറിയാതെ ആക്ടിവിറ്റി ചെയ്തു പോകുന്നു. മാർക്കറ്റിലെ വൈബ്രേഷൻ വേറെയാണ്, ക്ഷേത്രത്തിലെ വൈബ്രേഷൻ വേറെയാണ്, നമ്മുടെ വീട്ടിലെ വൈബ്രേഷൻ, അടുക്കളയിലെ വൈബ്രേഷൻ, ബെഡ്റൂമിലെ വൈബ്രേഷൻ, ഡൈനിങ് ഹാളിലെ വൈബ്രേഷൻ, ഓരോന്നും നമുക്ക് തരുന്നതായിട്ടുള്ള അനുഭൂതി ഓരോ വിധത്തിലാണ്. മീൻസ് ഒരു പാറ്റേൺ ഓഫ് തോട്ട്സ് നിരന്തരമായ ഒരു സ്ഥലത്ത് പ്രവഹിക്കുന്ന സമയത്ത് അതൊരു ഊർജ്ജമണ്ഡലം അവിടെ ക്രിയേറ്റ് ചെയ്യും. നമ്മുടെ ഉള്ളിൽ നിന്നൊരു സങ്കല്പം ഉണ്ടാകുന്ന സമയത്ത് ഈ ചുറ്റുമുള്ളതായിരിക്കുന്ന വായുവിൻ്റെ ഓരോ കണങ്ങൾ പോലും ആ എനർജീനെ റിസീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളറിയാതെ നമുക്ക് ചുറ്റും പോസിറ്റീവ് വേണോ നെഗറ്റീവ് വേണോ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും അധികം വറീഡ് ആവേണ്ട കാര്യമില്ല. ഒരു വീട്ടിൽ നിരന്തരമായിട്ട് ഏതെങ്കിലും രീതിയിൽ പോസിറ്റീവ് എനർജി ആവാഹിക്കുക അഥവാ ഈശ്വരൻ്റെ സാധന ചെയ്യുക, ഭഗവാനെ ആ വീട്ടിലേക്ക് ആവാഹിക്കാം. നിങ്ങൾ ഏത് പേരിട്ട് വിളിച്ചാലും കുഴപ്പമില്ല. 5 നേരം കൃത്യമായിട്ട് ആ പൂർണ്ണമായ അള്ളാഹുവിൻ്റെ മുന്നിൽ സമർപ്പണമായി നിസ്കരിച്ചാലും നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ആ നമസ്കാരത്തിൻ്റെ ശക്തി നമുക്ക് കിട്ടും. 5 നേരം അല്ല, ദിവസം 3 നേരം 4 നേരം നിങ്ങൾ പ്രാർത്ഥിച്ചാലും കിട്ടും. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും വിളക്ക് വെച്ച് നാമം ജപിക്കുന്നവർക്കും ആ പോസിറ്റീവ് എനർജി കിട്ടുമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇനി
ഡെയിലി രാവിലെയും വൈകിട്ടും സന്ധ്യയ്ക്കും രാത്രിയൊക്കെ നിങ്ങൾക്ക് മെഡിറ്റേറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ദ മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള പോസിറ്റീവ് എനർജിയുടെ മായാജാലം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തീർത്തുകൊണ്ട് എല്ലാ നെഗറ്റീവിനെയും അകറ്റാൻ പറ്റും. ഇതൊക്കെയാണ് ഇതിൻ്റെ റിയൽ ആയിരിക്കുന്ന റീസൺ, റിയൽ ഫാക്ടർ. എന്നിരുന്നാൽ ഇപ്പം ഉണ്ടോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം, അതിനുള്ളൊരു ചെറിയ കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. നല്ല ക്ലീൻ ആയിരിക്കുന്ന ഒരു എഴുത്തുകളൊന്നുമില്ലാത്ത, ഞാൻ പ്രത്യേകം പറയുകയാണ്, പലപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാകുന്ന കുപ്പി ഗ്ലാസ്സുകളുടെ മുകളിൽ ഏതെങ്കിലും സ്ഥലത്ത് നമുക്ക് ഫ്രീ കിട്ടിയതൊക്കെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ആ ജ്വല്ലറിയുടെ പരസ്യം അല്ലെങ്കിൽ ഷോപ്പിൻ്റെ പരസ്യം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുത്തുള്ളതായിരിക്കുന്ന ഗ്ലാസ്സുകളായിരിക്കും. ആ ഗ്ലാസ്സുകൾ ഉപയോഗിക്കരുത് മീൻസ് ഈ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കരുത്. ഒരു പ്ലെയിൻ ആയിരിക്കുന്ന ഗ്ലാസ് അത് ക്ലീൻ ആൻഡ് നീറ്റാക്കി കഴുകി ക്ലീൻ ചെയ്ത ശേഷം നല്ല ശുദ്ധമായിരിക്കുന്ന ജലം എടുക്കുക അതിൽ. എന്നിട്ട് നിങ്ങൾ റോക്ക് സാൾട്ട് എന്ന് പറയും, കറുത്ത ഉപ്പ്, റോക്ക് സാൾട്ട്, ഇതൊക്കെ നമുക്ക് മെഡിക്കൽ ഷോപ്പ് ആര്യവൈദ്യശാലയിൽ കിട്ടുന്ന സാധനങ്ങളാണ്. അങ്ങനെ ഒരു ആര്യവൈദ്യശാലയിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ളതായിരിക്കുന്ന പച്ചമരുന്നിൻ്റെ കടയിൽ നിന്നൊക്കെ ഈ സാധനം കിട്ടാറുണ്ട്. ആ റോക്ക് സാൾട്ട് അഥവാ കറുത്ത ഉപ്പ് എന്ന് പറഞ്ഞതായിട്ടുള്ള സാധനം വാങ്ങിക്കുക. അതിനെ പൊടിയാക്കി ഒരു ടേബിൾ സ്പൂൺ ആ സാധനം എടുത്തിട്ട് നിങ്ങൾ വെള്ളത്തിൽ കലക്കുക. ഒരു വെളുത്ത റോസ് നിറം പോലെ ആ ഉപ്പ് കലക്കുമ്പോൾ ആ വെള്ളത്തിനായിട്ടുണ്ടാവും. കുറച്ച് നേരം കഴിഞ്ഞാൽ അത് തെളിഞ്ഞ വെള്ളമായിട്ട് നമുക്ക് കാണാം. നിങ്ങൾക്ക് ഏത് ഭാഗത്താണോ അങ്ങനെ ഒരു കാര്യം ഫീൽ ചെയ്യുന്നത് ആ സ്ഥലത്ത് ആ വെള്ളത്തിന് കൊണ്ടുവച്ച് നോക്കുക. അഥവാ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏത് ഭാഗത്ത് വീടിൻ്റെ ആ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടോ ഇല്ലയോ നിങ്ങൾക്ക് ചെക്ക് ചെയ്യണോ ആ സ്ഥലത്ത് ഒരു സ്റ്റൂളിൻ്റെ മുകളിലോ മേശയുടെ മുകളിലോ അല്ലെങ്കിൽ ഒരു ജനലിൻ്റെ മുകളിലോ അത് മറിഞ്ഞ് വീഴാത്ത രീതിയിൽ ഒരു മൂടി വെച്ച് അതിനെ കൃത്യമായിട്ട് ആ സ്ഥാനത്ത് കൊണ്ട് വെച്ച് നോക്കുക. 24 മണിക്കൂർ കഴിഞ്ഞ ശേഷം ആ വെള്ളം നോക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ ലൈറ്റായിട്ടൊരു മഞ്ഞ കളർ വന്നിട്ടുണ്ട് എങ്കിൽ ചെറിയ എന്തൊക്കെയോ ഒരു പക്ഷേ വീടിൻ്റെ ഉള്ളിൽ ആ ദിവസങ്ങളിൽ പരസ്പരം പൊട്ടിത്തെറികൾ നടന്നാൽ പോലും ഇതൊക്കെ സംഭവിക്കുക കേട്ടോ. അതുകൊണ്ട് ആ ദിവസം നമ്മൾ ചെക്ക് ചെയ്യാൻ വിചാരിക്കുന്ന ദിവസം അത്തരം സാഹചര്യങ്ങൾ ഇല്ലാതിരിക്കാൻ ശ്രമിക്കുക. പുറമെന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസം നമുക്ക് നോക്കിയാൽ ലൈറ്റ് മഞ്ഞ കളറായിട്ടുണ്ടാവും. അത് കുറച്ച് പച്ച കളറാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതലാണ്. പിങ്ക് കളറോ ചുവന്ന നിറത്തിലോ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ അതിൽ മനസ്സിലാക്കുക അവിടെ നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യം ഉണ്ട് എന്നർത്ഥം. അതിനില്ലാതാക്കാനും ഇതേ സാധനം നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ആ ഗ്ലാസ്സിലെ വെള്ളത്തിൽ ഇതേപോലെ ഉപ്പിട്ട ശേഷം ഒരു ചെറുനാരങ്ങനെ ആ വെള്ളത്തിൽ ഇട്ട് കൊടുത്തേക്കുക. അത് അവിടെ വെച്ച് കഴിഞ്ഞാൽ അഥവാ എന്തെങ്കിലും നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അത് അട്രാക്റ്റ് ചെയ്തോളും. അഥവാ ചെറുനാരങ്ങ ഇട്ട വെള്ളത്തിന് ഒരാഴ്ച കഴിയുമ്പോഴേക്കും മേലെ വെള്ള നിറത്തിൽ ആ വെള്ളത്തിൽ മുഴുവൻ എന്തൊക്കെയോ കാണുന്നുണ്ടെങ്കിൽ വെള്ളം വറ്റി പോവാതിരിക്കാൻ കുറച്ച് നേരം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ വെള്ളം വറ്റുമ്പോഴും ഉണ്ടാവും ഈ വെള്ളപ്പാടയൊക്കെ, അത് അന്ധവിശ്വാസമായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് അതില്ലാതിരിക്കാൻ വെള്ളം മാറ്റണ്ട, ആ വെള്ളത്തിൽ ഒരേ സെയിം ലെവൽ കീപ്പ് ചെയ്യുന്ന രീതിയിൽ കുറച്ച് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരാഴ്ച കഴിയുമ്പോൾ ആ വെള്ളം എടുത്തിട്ട് ഏതെങ്കിലും സ്ഥലത്ത്, ആ ചെറുനാരങ്ങ ഉപയോഗിക്കരുത്, അതിനെ പുറത്ത് കൊണ്ടുപോയിട്ട് എവിടേക്കെങ്കിലും എറിഞ്ഞ് കളഞ്ഞേക്കുക. അതല്ലെങ്കിൽ കത്തിച്ച് കളയുക. ആ വെള്ളം എടുത്തിട്ട് ഒന്നുകിൽ ക്ലോസറ്റിലാക്കി ഫ്ലഷ് ചെയ്ത് കളയുക, അല്ലെങ്കിൽ വീടിൻ്റെ പുറത്തുള്ള ഗേറ്റിൻ്റെയും പുറത്തുള്ള ഏതെങ്കിലും സ്ഥലത്തേക്ക് അത് ഒഴിച്ച് കളഞ്ഞേക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ നെഗറ്റീവ് എനർജി നമുക്ക് ചെക്ക് ചെയ്യുകയും ചെയ്യാം, അതിനൊരു സൊല്യൂഷനും ആവും. പിന്നെ കുറച്ചുകൂടെ നല്ലത് നിങ്ങൾക്ക് ആ വെള്ളം വെക്കാൻ പറ്റുന്ന സ്ഥലമല്ലെങ്കിൽ ചെറിയ മൺചിരാതുകളും അല്ലെങ്കിൽ ഭംഗിയുള്ള മണ്ണിൻ്റെ പാത്രങ്ങളൊക്കെ ഇഷ്ടം പോലെ വാങ്ങാൻ കിട്ടും. അതിൽ നല്ല ഭംഗിയുള്ള പളുങ്ക് പോലുള്ള കല്ലുകൾ വാങ്ങാൻ കിട്ടുമല്ലോ. കുറച്ച് കല്ലുകൾ ഭംഗിയാക്കിയിട്ട് കുറച്ച് കർപ്പൂരം വാങ്ങി അതിലിട്ട് കൊടുത്തേക്കാം. അതും അന്തരീക്ഷത്തിനുള്ളൊരു പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യാനുള്ള സാധനമാണ്. അത് വെക്കുമ്പോൾ അതിൻ്റെ സുഗന്ധം നിങ്ങൾക്ക് അവിടെ കയറി ചെല്ലുമ്പോൾ ഒരു കൂൾ ആൻഡ് നല്ലൊരു വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യും. അത് നെഗറ്റീവ് എനർജീനെ തടയുന്നതായിട്ടുള്ള പ്രകൃതിയിലൊരു സാധനമാണ്. ഇങ്ങനെ പ്രകൃതിയിലെ വസ്തു ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പുറമെന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിലോ ആ സ്ഥലത്തുണ്ടെങ്കിലോ അതിനെ നമുക്ക് ന്യൂട്രൽ ചെയ്യാനായിട്ട് സാധിക്കും. അതിനേക്കാളൊക്കെ അപ്പുറം ഞാൻ പറയുകയാണ്, ഇതെല്ലാം ചെറിയ ഫാക്ടേഴ്സാണ്. നിങ്ങൾ മെഡിറ്റേഷൻ പഠിക്കുമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ ചുറ്റുമുള്ളതായിരിക്കുന്ന ഏരിയയിൽ പൂർണ്ണമായും പോസിറ്റീവ് എനർജിയുടെ ഒരു ആഭാമണ്ഡലം തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അതിനെ ഭേദിച്ചുകൊണ്ട് കയറി വരാൻ ഒരു നെഗറ്റീവ് എനർജിക്കും സാധ്യമല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും കഴിയുമെങ്കിൽ അടുത്തുള്ള ബ്രഹ്മകുമാരി സെൻറ്ററിൽ പോകൂ, രാജയോഗ മെഡിറ്റേഷൻ പഠിക്കൂ. നിങ്ങളുടെ വീടും നിങ്ങളുടെ ശരീരവും എല്ലാം നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കും. മെഡിറ്റേഷൻ ചെയ്ത് നിങ്ങളുടെ വീടും പരിസരവും എല്ലാം പോസിറ്റീവ് എനർജി കൊണ്ട് നിറഞ്ഞ് എന്നും സന്തോഷവും അതുപോലെ തന്നെ സക്സസ്സും നിങ്ങളുടെ സ്വന്തമാകട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.